നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രിഗോ ഡി ബോളിനെ സ്വന്തമാക്കാൻ ഇന്റർ മയാമി ശ്രമിക്കുന്നു എന്ന വാർത്ത ഇന്നലെ മുതൽ വളരെ സജീവമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അർജന്റീൻ മാധ്യമങ്ങൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ ഫബ്രിസിയോ റൊമാനോ കൂടി പറഞ്ഞതോടെ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്കും അത് വലിയ വിശ്വാസമായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ പ്ലാൻ എ നടന്നില്ലെങ്കിൽ ഒരു പ്ലാൻ ബിയും ഇന്റർ മയാമി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഫബ്രിസിയോ തന്നെ പറയുന്നു. അതേസമയം ഈ ഒരു ഡീലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അർജന്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ് നെഡൂലും പുറത്തുവിടുന്നുണ്ട്. ആദ്യം നമുക്ക് എഡൂലിൻ്റെ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. അതിൽ അദ്ദേഹം പറഞ്ഞ ഇന്റർ മയാമി റോഡ്രിഗോ ഡി ബോളിന് ഫോർമൽ ഓഫർ വെച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി ഡി ബോൾ അത് കൺസിഡർ ചെയ്തിട്ട് മറുപടി പറയണം. ഒരു എഗ്രിമെന്റിലേക്ക് അവർ തമ്മിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ള ചർച്ചയിലേക്ക് ഇന്റർ മയാമി പോകും. ടോക്സ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഗാസ് നെഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഡിആർയു എസ് റിപ്പോർട്ട് ചെയ്യുന്നത് 15 മില്യൺ യൂറോയാണ് റോഡ്രിഗോ ഡി ബോളിനായിട്ട് അത്ലറ്റിക്കോ ഡി മാഡ്രിഡ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം ക്ലബിൽ റിന്യൂ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല, മൂവ് ചെയ്യാൻ തന്നെയാണ് ഡി ബോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഡിആർയു എസും റിപ്പോർട്ട് ചെയ്യുന്നു. ഫബ്രിസിയോ കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇന്റർ മയാമി ഡി ബോളിനെ ഈ സമ്മറിൽ എത്തിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ചർച്ചയിലേക്ക് കടക്കുന്നു. ഇനി അത് സംഭവിച്ചില്ലെങ്കിൽ ഒരു പ്ലാൻ ബി കൂടി അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് റോഡ്രിഗോ ഡി ബോളിനെ ഫ്രീ ഏജന്റായിട്ട് 2026 സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഡി ബോൾ കീൻ ഓൺ ദി മൂവ്സ് ആസ് റിപ്പോർട്ടഡ് എന്നുകൂടി ഫബ്രിസിയോ റൊമാനോ പറയുന്നത്. അതായത് 2026 കൂടി റോഡ്രിഗോ ഡി ബോൾ ഫ്രീ ഏജന്റ് ആകും. ഇപ്പോൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ സമ്മറിൽ തന്നെ താരത്തെ വിൽക്കാൻ തയ്യാറാവും. ഇനി അഥവാ തയ്യാറായില്ലെങ്കിൽ, ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഒരു പ്ലാൻ ബി ആയിട്ട് 2026 സമ്മറിലെങ്കിലും അദ്ദേഹത്തെ ഫ്രീ ഏജന്റ് ആയിട്ടാണെങ്കിലും എത്തിക്കാനാണ് ഇപ്പോൾ ഇന്റർ മയാമി ശ്രമിക്കുന്നത് എന്ന് ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.